ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും സാഗറും സുജാതയും അതുപോലെ തന്നെ ചേച്ചിയമ്മയൊക്കെ അറിയുക കേട്ടോ. അതിനുശേഷം ക്രഷ് വരുന്നുണ്ട്. ക്രഷിനോട് പറയുന്നുണ്ട്, എന്താ ഇവിടെ നടക്കുന്നത് നിനക്ക് മനസ്സിലായോ? നിനക്ക് വേണമെങ്കിൽ ആ വിദ്യയെ വിളിച്ച് ചോദിക്കാം ഇവിടെ, അവൾ പറഞ്ഞതുപോലെ ശരിയാണോ എന്ന രീതിയിലൊക്കെ. അപ്പോഴത്തേനും ക്രഷ് പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, അവളെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെയും ഈ ഒരു കാര്യം ഇപ്പോൾ വേറൊരാൾ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. അതാരാ നിന്നെ വിളിച്ച് പറഞ്ഞതെന്ന് സാഗർ ചോദിക്കുമ്പോഴത്തേനും കൃഷി പറയുന്നുണ്ട്, കൺമണിയുടെ ഏട്ടത്തിയമ്മയായിട്ടുള്ള ലക്ഷ്മിയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അവൾ അലിഗയിൽ നിന്നുകൊണ്ട് തന്നെ ബിആറിലേക്ക് ഡൽഹി പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഡിസൈൻ വരച്ചു കൊടുക്കുകയും പ്രതിഫലമായിട്ട് 10 ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തു. അതായത് ബലരാമൻ്റെ അമ്മ കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അവൾ നമ്മളെ നല്ല പോലെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടോ. അപ്പോൾ തന്നെ ചേച്ചിയമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തായിരുന്നു, അവളെ മോളെ പോലെയല്ലേ സുജു സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. അവൾക്ക് എന്തൊക്കെ സഹായങ്ങളാണ് എല്ലാവരും കണ്ണടച്ച് തന്നെ ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ വരുള്ളൂ എന്നൊക്കെ. പിന്നീടും സാഗറും പറയുന്നുണ്ട്, അവൾക്ക് വേണ്ടി എന്ത് സഹായങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേന് ഒരു 10 ലക്ഷം രൂപ ഞാൻ ആരെയും നോക്കാതെ അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. മാത്രമല്ല ഇപ്പോഴത്തെ അവൾക്ക് ലോണിന് വേണ്ടിയിട്ട് തന്നെ എത്രയെങ്ങാനും പൈസ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അവൾക്ക് അതിനുള്ളൊരു നന്ദി പോലും ഉണ്ടോ? അല്ലെങ്കിൽ നശിപ്പിക്കാനായിട്ട് BR ഡിസൈൻസിൻ്റെ ഒരു ഏജൻ്റായിട്ട്, അതായത് ബലരാമൻ്റെ ഒരു ഏജൻ്റായിട്ട് തന്നെയല്ലേ കൺമണി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? എത്രയും പെട്ടെന്ന് തന്നെ അവളെ ടെർമിനേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഋഷി പറയുന്നുണ്ട്, അച്ഛനല്ലേ ചെയർമാൻ, അച്ഛൻ തന്നെ ചെയ്താൽ മതി എന്ന് പറയുന്നു. എന്താ സുജുവിൻ്റെ അഭിപ്രായം? നമ്മൾ അവളെ മോളെ പോലെയാണ് സ്നേഹിച്ചത് സാഗർ, പക്ഷേ അവൾ നമ്മളോട് വലിയൊരു ക്രൂരതയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൾക്ക് തക്ക ശിക്ഷ കൊടുക്കണമെന്നും പറയുന്നുണ്ട്. ഇതുതന്നെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ ചേച്ചിയമ്മയും പറയാട്ടോ. പക്ഷേ കൃഷ്ണനാണെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചെന്ന് അറിയാതെ ഞെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെയാണെങ്കിലോ കൺമണിയുടെ അച്ഛൻ പാവം ഭക്ഷണമൊക്കെ കഴിക്കാൻ, കാരണം ഇന്ന് തന്നെ ലോൺ അടച്ചു തീർത്ത് ആധാരം തിരിച്ചെടുക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ടാണ് കൺമണി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ സന്തോഷിച്ചിരിക്കണം. അപ്പോഴാണ് ധനലക്ഷ്മി വരുന്നത്. ധനലക്ഷ്മിയെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ ലക്ഷ്മി, നീ എന്നെ എങ്ങനെ നോക്കി നിൽക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, നമ്മളൊക്കെ പറയാറില്ല അവസാനത്തെ അത്താഴെന്ന്, അതുപോലെ തന്നെ അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് കഴിക്കുന്നത്, നോക്കി നിന്ന് പോയതാണ് ഞാനെന്ന് പറയുന്നു. നീ എന്തൊക്കെയാണ് ലക്ഷ്മി ഈ പറയുന്നതെന്ന് ചോദിക്കുക ചെയ്യുന്നത്. ഇനി മേലെ നിങ്ങൾ നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കുമെന്ന് നോക്കട്ടെ, പിന്നെ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ നന്നായിട്ട് കഴിക്കുമെന്നുള്ളത് എനിക്ക് നല്ല സംശയമാണെന്ന് പറയുന്നു. എന്താ നീ പറയുന്നത്? നമുക്ക് ആധാരം ഇന്ന് തന്നെ തിരിച്ചെടുക്കും. കൺമണിയാണെങ്കിൽ ഇന്ന് തന്നെ ലോൺ അടച്ച് ആ ആധാരം തിരിച്ചു കൊണ്ടുവരും. പിന്നെ ഈ നോട്ടീസ്, അതായത് ജപ്തി നോട്ടീസ് വലിച്ചു കീറും. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അതൊക്കെ സ്വപ്നം കണ്ട് തന്നെ ഇരിക്കേണ്ടി വരും, ഒരിക്കൽ നേരം നടക്കാത്ത കാര്യമാണെന്നൊക്കെ ലക്ഷ്മി അച്ഛനോട് പറയാട്ടോ ചെയ്യുന്നത്. നീ എന്താ ലക്ഷ്മി ഈ പറയുന്നത്? അവൾക്ക് അലികയിൽ ജോലി ഉണ്ടായിട്ട് വേണ്ടല്ലേ? ആ ജോലി ഇന്നത്തോടു കൂടി തെറിച്ചിരിക്കുക. പിന്നെ എവിടുന്ന് അവൾ കടം വീട്ടാനാ? അവളെ കൊണ്ട് നടക്കാനായിട്ട് പോകുന്നില്ല. എല്ലാ കാര്യങ്ങളും അവൾ BRലേക്ക് വരച്ച ഡിസൈനും അതുപോലെ ആ ഡൽഹി പ്രോജക്റ്റ് അവർക്ക് വേണ്ടി പിടിച്ചു കൊടുത്ത കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ അലികയിൽ നിന്നുള്ള ഇന്നത്തെ പൊറുതി അവസാനിപ്പിച്ച് വരും അവൾ വരെ. അപ്പോൾ കാണാമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ടെൻഷനായിട്ട് അച്ഛൻ അന്മയെ വിളിക്കുമ്പോൾ കൺമണി ഫോണ് റിങ് ചെയ്യില്ല കേട്ടോ, സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അതിനുശേഷം തന്നെ അലികയിലാണ്. സ്റ്റാഫുകൾ എല്ലാവരും കൂടി പറയുന്നുണ്ട്, കൺമണിയെ പിരിച്ചു വിട്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നതെന്ന് പറയുന്നു. എന്താ നിങ്ങൾ നുണ പറയേണ്ടതെന്ന് പറയുമ്പോൾ തീർച്ചയായും, കാരണം എന്തുകൊണ്ടാണെന്ന് അറിയില്ല, മാത്രമല്ല കൺമണി പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും ക്രഷ് അവിടേക്ക് വരുന്നു. കൺമണി ഇതുവരെ വന്നിട്ടില്ല. ഇല്ല സർ, വന്നിട്ടില്ല എന്ന് പറയുന്നു. കൺമണിയുടെ ഫോണിൽ വിളിച്ചു നോക്കുമ്പോൾ അതും സ്വിച്ച് ഓഫ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നീടാണെങ്കിൽ വിദ്യയാണെങ്കിൽ മാനസയെ വിളിക്കുന്നുണ്ട്. മേഡം, എനിക്കൊരു സന്തോഷ വാർത്ത മേഡത്തിനെ അറിയിക്കണം എന്ന് പറയുന്നു. എന്താണ് ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ പൊതുശത്രുവായ കൺമണി ഇനി അരികയിലുണ്ടാവില്ല, അവളെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഈ സത്യമാണോ വിദ്യ പറയുന്നത്? തീർച്ചയായും അവൾ എന്നെ ഡിസ്മിസ് ചെയ്താൽ അവളെ ടെർമിനേഷൻ ചെയ്യാൻ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവളുടേക്കാൾ ഉയർന്ന സ്ഥാനം തന്നെ എനിക്ക് എപ്പോഴും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അവൾ എല്ലാവരെയും ചതിക്കുകയായിരുന്നു. ഡൽഹി പ്രോജക്റ്റിന് വേണ്ടി BRലേക്ക് ഒരു ഡിസൈൻ വരച്ചു കൊടുത്തത് കൺമണിയാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് കൺമണിയോ? എന്താ നീ പറയുന്നത്? തീർച്ചയായും അവൾക്ക് അതിന് പ്രതിഫലമായിട്ട് 10 ലക്ഷം രൂപയും കിട്ടിയിട്ടുണ്ടെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരുമിച്ചല്ലേ നിൽക്കുന്നത്, എല്ലാം ഞാൻ തകിടം മറിച്ചിട്ടുണ്ട്. പിന്നെ മേഡത്തിന് ഇപ്പോൾ ഒരു വലിയൊരു പൊതുശത്രുവും അതുപോലെ തന്നെ മേഡത്തിൻ്റെ മനസ്സമാധാനം കെടുത്തുന്ന അവൾ ഇനി ഉണ്ടാവില്ല എന്ന് പറയുന്നു. മാത്രമല്ല
ഇനി അലികയിൽ ചായ ഉണ്ടാക്കി കൊടുക്കലും കണ്ണുനീര് തുടയ്ക്കലും കെട്ടിപ്പിടിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും നടക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. മേഡത്തിന് സന്തോഷമായില്ലേ മേഡം എന്ന് ചോദിക്കാട്ടോ. എനിക്ക് സന്തോഷമായി. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് മേഡം, എനിക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മേഡത്തിന് വേണ്ടി ഒരു ഡിസൈൻ വരച്ചത്, അതും കൺമണിയല്ലേ ഡൽഹി പ്രൊജക്റ്റിന് വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് പിന്നെ വിദ്യ, മേഡം ഉരുണ്ട് കളിക്കേണ്ട, എനിക്കതെല്ലാം തന്നെ അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. വിദ്യ നമുക്ക് നേരിട്ട് കാണാമെന്ന് പറയുന്നു. എന്നെ കാണാൻ വേണ്ടി ഇപ്പം മേഡം നാട്ടിലേക്ക് വരേണ്ട, മേഡം ജോലി ശ്രദ്ധിക്കുക, അതാണ് ഇപ്പോൾ വേണ്ടതെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അതിന് ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് സുജുവിനും അതുപോലെ ചേച്ചിയമ്മയും സാഗറിനൊക്കെ കാണിക്കുന്നത്. സുജി ആണെങ്കിൽ തകർന്ന് നിൽക്കുകയാണ്. കാരണം മകളെ പോലെ സ്നേഹിച്ച കൺമണി തന്നെ വഞ്ചിച്ചു. മാത്രമല്ല ഇപ്പോൾ മകനെ പോലെ സ്നേഹിച്ച ബലരാമൻ തന്നെ ചതിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. ആ സമയത്താണ് ചേച്ചിയമ്മ നന്നായിട്ട് തന്നെ സാഗറിനെ വഴക്ക് പറയുന്നുണ്ട്. ഒരു പുത്രനുണ്ട്, നിങ്ങളുടെയൊക്കെ വലിയ മൂത്ത മകനാണെന്നല്ലേ പറഞ്ഞു വരുന്ന ബലരാമൻ. കണ്ണടച്ച് ഞാൻ അപ്പോഴേ പറഞ്ഞു അവനെ വിശ്വസിക്കേണ്ടെന്ന്. അവൻ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? നിന്ന് കൊടുത്തിട്ടല്ലേ രണ്ടുപേരും പറ്റിച്ചുകൊണ്ട് നിങ്ങളെ പോയത്. ഇപ്പം എന്തായി? എല്ലാം തന്നെ തകർന്ന് തരിപ്പണമായില്ലേ? കൃഷി അന്നേ പറഞ്ഞതാ ബലരാമനെ വിശ്വസിക്കേണ്ടതെന്ന്. പക്ഷെ അവൻ നിങ്ങൾ ആരെങ്കിലും അവൻ പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയാണ്ട് ചെയ്യുന്നത്. തലയിലേറ്റി കൊണ്ട് നടക്കല്ലേ. പിന്നെ ആ കൃപമോളെ കാണാൻ വേണ്ടിയിട്ട് അവനൊരു ദിവസം ഇങ്ങോട്ട് വന്നു. നേഴ്സിനെയും പുറത്താക്കി. അതുപോലെ സാഗറെ നീയും വരണ്ടായെന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് പോയി കണ്ടു. അവൻ്റെ ഉദ്ദേശം എന്താ അന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്നും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അവനെ മകനെ പോലെ അങ്ങ് സ്നേഹിച്ചുകൊണ്ട് നടന്നു. ഇപ്പം എന്തായി? അവൻ നിങ്ങളെ തന്നെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനല്ലേ വന്നതെന്നൊക്കെ പറയുന്നു. ദേഷ്യപ്പെട്ട് നിൽക്കട്ടെ ചെയ്യുന്നത്. അമ്മയെന്ന് വിളിച്ചിട്ടുള്ള അവൻ്റെ പൊന്നാര വീടിയിൽ എല്ലാവരും തന്നെ മറന്നു പോയി എന്നൊക്കെ പറയുകയാണ്. ദേഷ്യപ്പെട്ട് സംസാരിക്കാട്ടോ ചെയ്യുന്നത് ചേച്ചിയമ്മ. അപ്പോഴത്തേനും അമ്മയെന്ന് വിളിച്ചിട്ട് ബലരാമൻ വീണ്ടും കയറി വരാട്ടോ ചെയ്യുന്നത്. സാഗറിനാണെങ്കിലോ ബലരാമനെ കണ്ടപ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. സുജുവിനാണെങ്കിലോ എന്താ പറയേണ്ടതെന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ബലരാമനെ കണ്ടപ്പോഴത്തേനും സാഗർ അവനെ ദേഷ്യപ്പെട്ട് അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നില്ലേടാ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ തന്നെ സുജുവിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നീ എന്നെ ഞങ്ങൾ ചതിക്കും, നിൻ്റെ അച്ഛനും അമ്മയും പോലെയല്ലേ ഞങ്ങളെ നീ സ്നേഹിച്ചത്. 10 മാസം നിന്നെ ചുമന്നവളാണെന്നുള്ള ഒരു ബോധത്തിലാണ് അവൾ നിൽക്കുന്നത്. നീ കണ്ടില്ലേ അവൾ തകർന്ന് നിൽക്കുന്നത്. നീ എന്തിനാണ് ഞങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത് പറഞ്ഞിട്ട് ബലരാമനെ തല്ലുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനി മേലെ ഈ പഠിക്ക് നിന്നെ കണ്ടുപോരുതെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുജാത പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി നിന്നോട് ഞാൻ ചോദിക്കണമെന്നുണ്ട്. ആ ഡൽഹി പ്രോജക്റ്റിന് ഡിസൈൻ വരച്ചു കൊടുത്തത് ആരാടാ എന്ന് ചോദിക്കുക. നിനക്ക് ഡിസൈൻ ചെയ്തു തന്നത് ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേനും അത് കൺമണി തന്നെയാണെന്ന് പറയുമ്പോൾ ബെസ്റ്റ് പ്രതിയാണെങ്കിൽ കൂട്ടുപ്രതിയെ എന്തായാലും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ രീതിയിലൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ രീതിയിൽ സുജാതയും ചോദിക്കുന്നുണ്ട്. ഇനി മേലാ നിങ്ങൾ എൻ്റെ മുന്നിൽ കണ്ടുപോരുതെന്ന് ബലരാമനെ വാണിംഗ് ചെയ്ത് കൊടുക്കാട്ടോ ചെയ്യുന്നത് സാഗർ. അപ്പോഴത്തേനും പിന്നെ എന്നെ നിങ്ങൾ ശിക്ഷിച്ചോ തല്ലിക്കോ, പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ദുബായിൽ നിന്ന് വന്നത് അലികയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഓരോരുത്തരെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, ഇവിടെ ഒരു ബിസിനസ് തുടങ്ങിയതെന്നൊക്കെ പറയട്ടെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ സാഗറിനൊന്നും വിശ്വസിക്കാനാവുന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ നിന്നാൽ തന്നെയാണ് നിങ്ങളോട് എനിക്ക് അടുത്താലാണ് അലികയെ നശിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഇതിനേക്കാളും ഒരു തെറ്റും കൂടി ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ രീതിയിലൊക്കെ സാഗറിനോടായിട്ട് ബലരാമൻ പറയാട്ടോ ചെയ്യുന്നത്. സാഗർ എന്താണെന്നറിയാതെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. കാരണം അലികയെ നശിപ്പിക്കാനാണ് വന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേനും സാഗറിന് ഇനി ഒന്നും പറയാനില്ല. അത്രയും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും സാഗർ തൻ്റെ മകനിൽ നിന്ന്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ വിശേഷം കഴിയുന്നത്.